പുരാതന ഭാരതത്തിലെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു വിശിഷ്ട രത്നമാണ് നാഗമാണിക്യം. നാഗമണി, നാഗരത്നം, നാഗറൂബി എന്നിങ്ങനെയും ഇതിനു പേരുകളുണ്ട്. പാതാള ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന രത്നമാണിവയെന്നും വിശ്വസിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് ഒരു തെളിവുമില്ലാത്ത ഒരു കൽപ്പിത വസ്തുവായാണ് ഇതിനെ കണക്കാക്കുന്നത്. ധാരാളം അത്ഭുത ശക്തികളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇതിനെ ചുറ്റി ആധുനിക കാലത്തിൽ വളരെയധികം തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ഇത് വിശിഷ്ടങ്ങളായ നാഗങ്ങളുടെ തലയിൽ അണിയുന്നതാണ്. പാതാളത്തിലെ നാഗലോകത്തിലെ 9 തരം നാഗങ്ങളുടെ തലയിൽ ഈ രത്നങ്ങൾ കാണപ്പെടുന്നതായി പുരാണങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു. ഈ ജാതി രത്നങ്ങൾ സൂക്ഷിക്കുന്ന നാഗങ്ങൾക്കും രത്നങ്ങൾക്കും ഒരേ നിറമാണെന്നും ആ രത്നങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ ഇരുട്ടിലും നാഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നും പറയപ്പെടുന്നു. ഈ രത്നം തലയിൽ അണിയുന്ന നാഗങ്ങൾ അപകടഘട്ടത്തിൽ രത്നം വിഴുങ്ങും. മൂർഖന്റെ വിഷം കാലാന്തരത്തിൽ ഉറഞ്ഞ് കട്ടിയാകുന്നതാണ് നാഗമാണിക്യം എന്നതാണ് മറ്റൊരു വിശ്വാസം. ഈ രത്നം സർപ്പങ്ങൾ വായിലാണ് സൂക്ഷിക്കുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു. നാഗങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കുന്ന ഈ രത്നങ്ങൾ വളരെ വിരളമാണെങ്കിലും താഴെ വെക്കാറുണ്ടെന്നും അങ്ങനെ വെക്കുന്ന തക്കത്തിന് അതിനെ എടുത്ത് ഒളിപ്പിച്ചാൽ രത്നം നഷ്ടപ്പെട്ട നാഗം തല തല്ലി ആത്മഹത്യ ചെയ്യുന്നതിലൂടെ രത്നം കൈക്കലാക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് സ്വന്തമാക്കാൻ സാധിക്കുമെന്നും പറയപ്പെടുന്നു. ഒരു ചെറിപ്പഴത്തിന്റെ അത്രയും വലിപ്പമുള്ള നാഗമാണിക്യത്തിനെ പനിനീരിലും പശുവിൻ പാലിലും കഴുകിയാണ് സൂക്ഷിക്കേണ്ടതെന്നും പറയപ്പെടുന്നു. നാഗമാണിക്യം ഉണ്ടെന്നുള്ളതിന് കാര്യമായ തെളിവുകളില്ലെങ്കിലും വലിയൊരു വിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നത് നാഗമാണിക്യം ഉണ്ടെന്നു തന്നെയാണ്. എന്നാൽ ശാസ്ത്രീയമായി ഇത് ഉണ്ടെന്ന് തെളിയിക്കാത്തതുകൊണ്ട് തന്നെ കെട്ടുകഥകളായി പുച്ഛിച്ചു തള്ളുന്നവരും കുറവല്ല. അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന പ്രകൃതിയിൽ നാഗമാണിക്യവും ഒരു അത്ഭുതമാണോ എന്ന് ആർക്കും അറിയില്ല. മനുഷ്യന് ചെന്നെത്തിപ്പെടാത്ത നിരവധി അത്ഭുതങ്ങളുടെ ലോകമാണ് നമ്മുടെ ഈ ഭൂമി. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു അത്ഭുതമായിരിക്കുമോ നാഗമാണിക്യമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. നാം കണ്ടിട്ടില്ല എന്നതുകൊണ്ട് മാത്രം അത് ഇല്ല എന്ന് വിശ്വസിക്കുക ശരിയല്ല. വർഷങ്ങളായി വാമൊഴിയിലൂടെ പറഞ്ഞു വരുന്നതും പുരാണങ്ങളിലൂടെ കേട്ട് ശീലിച്ചതുമാണ് നാഗമാണിക്യത്തിന്റെ കഥകൾ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നാഗമാണിക്യം ഉണ്ടായിരിക്കാം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റുള്ളവർക്ക് ഒരു പക്ഷേ അത് ഉപകരിക്കപ്പെട്ടേക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. ഞങ്ങൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്.